സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 17 വാക്യം 17. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി പരിശുദ്ധാത്മാവ് നമുക്ക് രചിച്ച് നൽകപ്പെട്ട സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നിത്യസ്നേഹിതനെ കുറിച്ചാണ്. അതെ, ഒരു നിത്യസ്നേഹിതൻ. നമുക്കെല്ലാവർക്കും സ്നേഹിതർ ഉണ്ടായിരിക്കും, സുഹൃത്തുക്കൾ. ഒരു പരിധിവരെ നമുക്ക് സുഹൃത്തുക്കൾ അഥവാ സ്നേഹിതർ നല്ലതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹിതൻ്റെ പ്രത്യേകത എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്നേഹിതൻ നമുക്ക് ലഭിക്കുമോ? അങ്ങനെ ലഭിച്ചാൽ അത് ആ മനുഷ്യൻ്റെ സൗഭാഗ്യമായിരിക്കും. നമ്മുടെ എല്ലാം സ്നേഹിതർ കുറച്ചു കാലത്തേക്ക് നമ്മുടെ സ്നേഹിതരായിരിക്കും. ഉദാഹരണത്തിന്, നാം സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുമ്പോൾ, അതുപോലെ ചില കമ്പനികളിൽ ജോലിയിലായിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അവിടെ നിന്നും സുഹൃത്തുക്കൾ, സ്നേഹിതർ ലഭിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്കൂളിലെ അഥവാ കോളേജുകളിലെ പഠനകാലം അവസാനിക്കുമ്പോൾ, അഥവാ നാം ആ കമ്പനിയിൽ ചില വർഷങ്ങൾ പ്രവർത്തിച്ചിട്ട് വിരമിച്ചാൽ, പിന്നത്തേതിൽ നമുക്ക് ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന അതേ സ്നേഹം ആ സ്കൂളിൽ നിന്ന് അഥവാ കോളേജിൽ നിന്ന്, ആ കമ്പനിയിൽ നിന്ന് നാം വിട്ടുപോയ ശേഷം അവരുമായി ആ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ടു പോകുവാൻ നമുക്ക് കഴിഞ്ഞെന്നിരിക്കുകയില്ല. കുറേ കാലമൊക്കെ നാം ആ സ്നേഹബന്ധത്തിൽ തുടരുമെങ്കിലും പിന്നത്തേതിൽ പുതിയ സ്നേഹിതർ ലഭിക്കുമ്പോൾ നാം പഴയ സ്നേഹിതരെ മറന്നു പോകുവാനിടയാവും. ഇതാണ് മനുഷ്യബന്ധങ്ങളിലെ സുഹൃത്തുക്കൾ അഥവാ സ്നേഹിതരുടെ ഒരു ന്യൂനത എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹിതൻ സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവത്തെ നാം നമ്മുടെ സ്നേഹിതനായി ഉൾക്കൊണ്ടാൽ, കൈക്കൊണ്ടാൽ, സ്വീകരിച്ചാൽ, ആ നിത്യസ്നേഹിതൻ നമ്മെ എല്ലാ കാലത്തും സ്നേഹിക്കുവാൻ ഇടയാകും. ഇതിന് ഒരു നിഴൽ രൂപമെന്നോളം, അഥവാ ഒരു ഉപമ അഥവാ ഒരു ദൃഷ്ടാന്തമെന്നോളം 2 സുഹൃത്തുക്കളെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ദാവീദും യോനാഥാനുമായിരുന്നു. അവർ പ്രാണ സുഹൃത്തുക്കളായി അവർ ദീർഘകാലം ജീവിക്കുവാനിടയായി. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അനർത്ഥകാലത്ത് അഥവാ ദാവീദിൻ്റെ അനർത്ഥകാലത്ത് യോനാഥാൻ ദാവീദിന് ഒരു കോട്ട പോലെ, ഒരു ഗോപുരം പോലെ ഒരു സഹായകനായി തീർന്നു എന്ന് നാം കാണും. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു വേദഭാഗത്ത് അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ്. ഇവരെല്ലാം ഒരുപക്ഷെ മാനുഷികമായ
സ്നേഹിതർക്ക് ഉദാഹരണമെങ്കിൽ നമ്മുടെ അഥവാ മനുഷ്യരുടെ നിത്യസ്നേഹിതൻ സർവശക്തനായ ദൈവമാണ്. കർത്താവായ യേശു അഥവാ ലോകരക്ഷകനായ ദൈവപുത്രനായ നല്ല ഇടയനായ ക്രിസ്തു, ആ യേശുവിനെ നാം നമ്മുടെ സ്നേഹിതനായി സ്വീകരിച്ചാൽ ആ ദൈവം എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുമെന്ന് മാത്രമല്ല, അനർത്ഥകാലത്ത് അവിടുന്ന് നമ്മുടെ സഹോദരനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ രക്ഷിക്കുവാനിടയാവും. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനായി ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.